തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാജ്യം മുഴുവൻ കൊടുങ്കാറ്റുകൾ വീശുന്നതിനിടയിലാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓരോ ഉത്തരവുകളും കീറി ഇങ്ങനെ എറിയുന്നത്. രാഹുൽ ഗാന്ധി ഇല്ലാതാക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും രക്ഷയൊന്നുമേ ഉണ്ടായില്ല. അവധി ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും പത്രസമ്മേളനങ്ങൾ വരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് രാഹുലിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. അത് നമ്മൾ കണ്ടതുമാണ്. അവിടെ ഒരു BJP നേതാവ് പറഞ്ഞത് രാഹുലിനെതിരെ കേസെടുത്ത് തുറങ്കിൽ അടക്കണമെന്നാണ്. തീർന്നില്ല, സോണിയാഗാന്ധി പൗരത്വം കിട്ടും മുൻപേ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് അനുരാഗ് ഠാക്കൂറാണ്. ഒരു വെള്ളപ്പേപ്പറും പൊക്കിപ്പിടിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയതും നമ്മൾ കണ്ടത് തന്നെയാണ്. അപ്പോഴും യാതൊരു കുലുക്കവും ഇല്ലാതെ നിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് കൊണ്ട് തന്നെ സുപ്രീം കോടതി വക ഒരു തിരിച്ചടി കിട്ടുകയാണ്. വോട്ടർ പട്ടികയിൽ ഒന്നിലധികം ഇടങ്ങളിൽ പേരുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി കട്ടായം പറയുകയാണ്. ഒന്നിലധികം വോട്ടുള്ളവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നൽകുന്ന ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് നടപ്പിലാക്കരുത് എന്നാണ് സുപ്രീം കോടതിയുടെ അടിവരയിട്ടുകൊണ്ടുള്ള പറച്ചിൽ. നിയമത്തിലെ വ്യവസ്ഥകൾക്കെതിരെ എങ്ങനെ ഉത്തരാഖണ്ഡ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് സർക്കുലർ പുറത്തിറക്കാൻ കഴിയുമെന്നൊരു ചോദ്യത്തോടെയാണ് ആ അടിവരയിടൽ. 2016 ഉത്തരാഖണ്ഡ് പഞ്ചായത്തി രാജ് ആക്ടിന്റെ വകുപ്പുകൾ പ്രകാരം വോട്ടർ പട്ടികയിൽ ഒന്നിലധികം ഇടങ്ങളിൽ പേരുള്ളവർക്ക് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനേ ആവില്ല. എന്നാൽ വ്യത്യസ്ത പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒന്നിലധികം ഇടങ്ങളിൽ വോട്ടുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നൽകുന്ന സർക്കുലറാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയത്. ഒന്നിലധികം ഇടങ്ങളിൽ വോട്ടുണ്ടെന്ന കാരണത്താൽ നാമനിർദ്ദേശ പത്രിക തള്ളരുത് എന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നു. ഈ സർക്കുലർ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിലേക്ക് ഓടിച്ചെന്നത്. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും ഒരു കാരണവശാലും സർക്കുലർ നടപ്പിലാക്കരുത് എന്നും സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു വെച്ചു. ഉത്തരാഖണ്ഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് 2 ലക്ഷം രൂപ പിഴയിടുക കൂടി ചെയ്തതോടെ വലിയൊരു തിരിച്ചടിയാണ് BJPക്ക് കിട്ടിയത്.